ഹായ് എവരി വൺ, PK ലേണിംഗ്സിന്റെ ഒരു പുതിയ PYQ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ PYQ 2021 വൊക്കാബുലറിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, കോമ്പൗണ്ട് വേർഡ്സ് ആൻഡ് സിനോണിംസ്. ഇത്രയും ചാപ്റ്ററിൽ നിന്ന് 2021 എന്തൊക്കെ PYQs ചോദിച്ചിട്ടുണ്ടായിരുന്നോ അത് മുഴുവൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ 2021 ആദ്യത്തെ എപ്പിസോഡാണ്. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ആണ്. ഓക്കെ, സിംഗുലർ ആൻഡ് പ്ലൂറലിൽ ഏതൊക്കെ വന്നിട്ടുണ്ട് നോക്കാം. സോ സിംഗുലർ ആൻഡ് പ്ലൂറൽ അറിയാലോ, പല രീതിയിൽ സിംഗുലർ പ്ലൂറലിലേക്ക് മാറ്റുന്നുണ്ട്. അതിനകത്ത് പല ഫോംസിൽ നമ്മൾ ഇന്ന് കാണും. ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ, ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ വേർഡ് ഫോർ ദ വേർഡ് ചോയ്സ്. ചോയ്സ് എന്ന വാക്കിന്റെ പ്ലൂറൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാ? ചോയ്സസ്, ചൂസ്, എന്തോ ഇതൊന്നും വായിക്കാൻ പറ്റാത്ത വേർഡ്സ് ആണ്. അവർ ചോയ്സ് എന്ന് പോലും എഴുതിയിട്ടില്ല. CHOCയുടെ കൂടെ ഐസസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ CHOCയുടെ കൂടെ IES ആണ്. അത്രയും വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ സിംഗുലർ പ്ലൂറലിൽ പോവാറില്ല. നമുക്കിതിനകത്ത് ചെയ്യേണ്ട സിമ്പിൾ അഡീഷൻ എന്ന് പറയുന്നത്, ഇത് എന്ത് തരത്തിലാണ് സാധാരണ ഒരു സിംഗുലർ എങ്ങനെയാണോ പ്ലൂറൽ ആക്കേണ്ടത് അതുപോലെ ചോയ്സിനെ നമ്മൾ കണ്ടാൽ മതി. ബുക്കിനെ എങ്ങനെ നമ്മൾ പ്ലൂറൽ ആക്കുക? ബുക്കിൻ്റെ കൂടെ ഒരു S ആഡ് ചെയ്താൽ നമ്മൾ പ്ലൂറൽ ആക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു S ആഡ് ചെയ്ത് ചോയ്സസ് ആക്കിയാൽ മതി. അതാണ് അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, ചോയ്സസ് ആണ് പ്ലൂറൽ. അടുത്തത് നോക്കാം, പ്ലൂറൽ ഓഫ് ഫിനോമിന. ഓക്കെ, ഇത് ON മാറ്റി A വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോമിൽ വരുന്നതാണ്. കാരണം ഫിനോമിനൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓപ്ഷൻസ് വരുന്നത് ഫിനോമിനെ, AE ആണ് മാറ്റിയിരിക്കുന്നത്. ഫിനോമിനൻസ് ONS കൊടുത്തിട്ടുണ്ട്. ഫിനോമിന A വന്നിട്ടുണ്ട്. ഫിനോമിനാസ് AS വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. AS വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഫിനോമിനെ അല്ല, ഫിനോമിനൻസും അല്ല, ഫിനോമിനാസും അല്ല. ഇവിടെ ഫിനോമിനനെ മാറ്റുന്നത് ഫിനോമിന ആയിട്ടാണ്. A വെച്ച്, അതായത് ON സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇത് തന്നെയാണ്. ON സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A വരുന്നു, ഫിനോമിന ആവുന്നു. അതുപോലെ തന്നെ ഒരു വേർഡാണ് ഇവിടെ വരുന്നത്. അതായത് വാട്ട് ആർ ദി ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ. ഇവിടെ ക്രൈറ്റീരിയ എന്ന വാക്കിന്റെ പല ഫോംസ് ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. എന്തൊക്കെയാന്ന് നോക്കാം. ക്രൈറ്റീരിയൻ തന്നിട്ടുണ്ട്, ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്, ക്രൈറ്റീരിയാസ് തന്നിട്ടുണ്ട്, ക്രൈറ്റീരിയം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ക്രൈറ്റീരിയ നമ്മൾ ബേസിക്കലി സിംഗുലർ പ്ലൂറൽ എല്ലാം പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ക്രൈറ്റീരിയാസിലേക്ക് പോവും. തെറ്റാണ്. ക്രൈറ്റീരിയമ്മും അല്ല, ക്രൈറ്റീരിയൻ. അതായത് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് സിംഗുലറും ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലൂറലുമാണ്. എങ്ങനെ? ഫിനോമിനൻ എന്ന് പറയുന്നത് സിംഗുലറും ഫിനോമിന എന്ന് പറയുന്നത് പ്ലൂറലും ആയിരുന്നു. അതുപോലെ തന്നെ ക്രൈറ്റീരിയൻ സിംഗുലറും ക്രൈറ്റീരിയ പ്ലൂറലുമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വാട്ട് ആർ ദി ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാ? ആർ എന്ത് വേർഡാണ്? പ്ലൂറൽ വേർഡാണ്. അപ്പോൾ ഓബിയസ്ലി എന്തായിരിക്കും വരേണ്ടത്? ഒരു പ്ലൂറൽ വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്രൈറ്റീരിയൻ സിംഗുലറും ക്രൈറ്റീരിയ പ്ലൂറലും ആയിരിക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതായിരിക്കും? ക്രൈറ്റീരിയ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അത് തന്നെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ക്രൈറ്റീരിയൻ സിംഗുലർ ആണ്, ക്രൈറ്റീരിയ ആണ് പ്ലൂറൽ വരുന്നത്. ഇനി ചോദിക്കുന്നത് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ലോഫ് ആണ്. ലോഫിന്റെ പ്ലൂറൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഫ് ഇതെങ്ങനെയാണ് മാറ്റേണ്ടത്? അതായത് FEO വെച്ച് അവസാനിക്കുന്നതാണെങ്കിൽ മിക്കതിലും VES വെച്ചാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത്? സിംഗുലർ പ്ലൂറൽ ആക്കാൻ വേണ്ടി. അപ്പം ലോഫ്, ലൂവ്സ് അല്ല, ലോവ്സ് അല്ല. F വെച്ച് അവസാനിക്കുന്നതിൽ S വെച്ച് നമ്മൾ പ്ലൂറലിലേക്ക് മാറ്റുന്ന വേർഡ്സും ഉണ്ട്. പക്ഷെ ലോഫ് അങ്ങനത്തെ ഒരു വേർഡ് അല്ല. അങ്ങനെ മാറ്റുന്ന വേർഡ്സ് കുറച്ച് എക്സെപ്ഷണൽ വേർഡ്സ് ആണ്. ലൂവ്സും അല്ല. ഇതിനകത്ത് ലോവ്സ്, VES വെച്ചാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. A ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. ഓക്കെ, സിംഗുലർ ലോഫ് ആണ്, പ്ലൂറൽ ലോവ്സ് ആണ്. അതിൻ്റെ വേറെ എക്സാമ്പിൾസ് ആണ് ലീഫ്, ലീവ്സും, തീഫ്, തീവ്സും. ഓക്കെ, അടുത്തത് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിന് മുൻപുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു സിംഗിൾ യൂണിറ്റിൽ നിൽക്കുന്ന ഒരു സാധനത്തിന് നമ്മളൊരു നൗൺ യൂസ് ചെയ്യുന്നു. പക്ഷെ അതേ സാധനം ഒരുപാടായിട്ട് നിൽക്കുമ്പോൾ, അതായത് ക്യാറ്റുകൾ, ഒരു പൂച്ച, ഒരുപാട് പൂച്ച, ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് ആണ്. ഒരു ലയൺ, ഒരുപാട് ലയൺ, പ്രൈഡ് ഓഫ് ലയൺ. ഓക്കെ, ഒരു ഫ്ലാമിംഗോ, ഒരുപാട് ഫ്ലാമിംഗോ, ഫ്ലാംബോയൻസ് ഓഫ് ഫ്ലാമിംഗോ.
ഓക്കെ, ഒരു പാരറ്റ്, ഒരുപാട് പാരറ്റ്, കമ്പാനിയൻ ഓഫ് പാരറ്റ്സ്, അല്ലെങ്കിൽ പാൻഡമോണിയം ഓഫ് പാരറ്റ്സ് എന്നും പറയും. ഒസ്റ്റന്റേഷൻ ഓഫ് പീകോക്സ്, ഇതെല്ലാം ഹേർഡ്, ഫ്ലീറ്റ്, ഇതൊക്കെ വരുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കളക്റ്റീവ് നൗൺ ആണ് 2021 ചോദിച്ചത് നമുക്ക് നോക്കാം. ആദ്യം ഗ്രൂപ്പ് ഓഫ് ഡക്ക്. ഇത് അത്ര കോമൺ അല്ല കേട്ടോ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ വരുന്നത് റാഫ്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ബാൻഡ് ആണോ, ഹേർഡ് ആണോ, സ്റ്റോക്ക് ആണോ. ഹേർഡ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ് അല്ലേ, ഒരുപാട് അനിമൽസിന് ഹേർഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതും ഉണ്ട്, അപ്പോൾ കൺഫ്യൂസ് ചെയ്യരുത്. ഇവിടെ ഹേർഡ് അല്ല ആൻസർ. ബാൻഡ് ഒക്കെ സാധാരണ മ്യൂസീഷ്യൻസ്, ആ രീതിയിലാണ് ബാൻഡ് വരാറ്. സ്റ്റോക്ക്, ലൈഫ് സ്റ്റോക്കിൽ വരുന്ന ചില പ്രത്യേക അനിമൽസിനും സ്റ്റോക്ക് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് റാഫ്റ്റ് ആണ്. ഓക്കെ, എൻ്റെ ആൻസർ റാഫ്റ്റ് ആണ്. റാഫ്റ്റ് ഉപയോഗിക്കുന്നത് ഡക്സിനാണ്. ബാൻഡ് ഗൊറില്ലാസിനും യൂസ് ചെയ്യാറുണ്ട്. സ്റ്റോക്ക് ലൈഫ് സ്റ്റോക്കിൽ ചില അനിമൽസിനാണ് ഉപയോഗിക്കുന്നത്. ഹേർഡ് ഹൂഫ്ഡ് അനിമൽസിന്, കാറ്റിൽ, എലിഫൻസ്, ഡിയർ ഒക്കെ ഹേർഡ് ആണ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഓഫ് ലയൺസ്, എന്ത് ഓഫ് ലയൺസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ കളക്റ്റീവ് നൗൺസിന് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പ്രൈഡ് ഓഫ് ലയൺസ് ആണ്. ഇതിനകത്ത് പാക്ക് ഓഫ് വോൾഫ്സ് വരാറുണ്ട്. ക്ലൗഡ് ഓഫ് അധികം യൂസ് ചെയ്യുന്നതല്ല, എന്നാലും ചില വേർഡ്സിനുണ്ട്, നമുക്ക് നോക്കാം. ക്ലസ്റ്റർ ഓഫ് സ്പൈഡേഴ്സ് ആണ് വരാറ്. ഓക്കെ, ഇതിനകത്ത് നോക്കുമ്പോൾ പ്രൈഡ് ഓഫ് ലയൺസ് ആണ് കറക്റ്റ്. പാക്ക് ഓഫ് വോൾഫ്സ്, ഡോഗ്സ്, ഹൗൺസ്. ഡോഗ്സ് ഒക്കെ കൂട്ടം കൂടിയല്ലേ, അപ്പോൾ പാക്ക് ഓഫ്, ഓക്കെ, ഒരു പാക്കറ്റ് പോലെ. ഇനി ഹൗൺസ് എന്ന് പറയുന്നത് വേട്ടയ്ക്ക്, ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഡോഗ്സിനെയാണ്, വലിയ ഡോഗ്സിനെയാണ് ഹൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. കുറുക്കന്മാർക്കും വോൾഫ്സിനും ഇത് തന്നെയാണ്, പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ക്ലൗഡ് ഫ്ലൈസിനും ഗ്രാസ് ഹോപ്പേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അത്ര കോമൺ അല്ല. ക്ലസ്റ്റർ ഗ്രേപ്സ്, സ്റ്റാർസ്, സ്പൈഡേഴ്സ്, ഇത് മൂന്നിനുമാണ് കോമൺ ആയിട്ട് ക്ലസ്റ്റർ വരാറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഓഫ് ജേർണലിസ്റ്റ്. ജേർണലിസ്റ്റുകളെ എന്താണ് വിളിക്കാറ്? റെജിമെന്റ് സാധാരണ എന്തിനാ വരാറ്? സോൾജേഴ്സിനാണ് വരാറ്. ട്രൂപ്പ് എന്തിനാ വരാറ്? മങ്കീസിനാണ് വരാറ്. സ്വാമോ, അത് കോമൺ ആണ്, സ്വാം ഓഫ് ബീസ്. സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. റെജിമെന്റ് ഓഫ് സോൾജേഴ്സ് ആണ്, ട്രൂപ്പ് ഓഫ് മങ്കീസ് ആണ്, സ്വാം ഓഫ് ബീസ് ആണ്, സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഇനി വരുന്നത് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ ഉദ്ദേശിക്കാറ്? അർത്ഥമുള്ള രണ്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിച്ച് ചെയ്യുന്നു. കോമ്പൗണ്ട് വേർഡ്സ് തന്നെ 3 തരത്തിലുണ്ട്: ഹൈഫനേറ്റഡ്, ഓപ്പൺ, ക്ലോസ്ഡ്. ഹൈഫനേറ്റഡ്, ഇപ്പം മദർ ഇൻ ലോ എന്ന് പറയുന്നത് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ് ആണ്. ഓപ്പൺ എന്തായിരിക്കും? രണ്ടും തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ താങ്ക് യു എന്ന് എഴുതുമ്പോൾ ഗ്യാപ്പ് ഉണ്ടല്ലോ. പിന്നെ ക്ലോസ്ഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല, അത് അടുത്തടുത്താണ്, 2 വാക്കും അടുത്ത് വരുമ്പോൾ. അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ കോമ്പൗണ്ട് വേർഡിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. an എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡിന്റെ എക്സാമ്പിൾ ഇതിൽ ഏതാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഒപ്റ്റിമിസ്റ്റ് ആണോ, റെയിൽ റോഡ് ആണോ, കൗൺസിലർ ആണോ, ജനറൽ ആണോ? ഇതിനകത്ത് ഈസിയാണ്. കോമ്പൗണ്ട് വേർഡ് ആണോ എന്ന് ചോദിച്ചാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. നോക്കൂ, ഒപ്റ്റിമിസ്റ്റ് എങ്ങനെയാണ്? ഒപ്റ്റിമിസ്റ്റ് എന്ന് നമുക്ക് അർത്ഥമുള്ള 2 വാക്കുകളല്ല അത്. കൗൺസിലർ പറ്റില്ല, ജനറൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. റെയിൽ റോഡ്, റെയിൽ പ്ലസ് റോഡ്, റെയിൽ പ്ലസ് റോഡ്, ഇതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡിന്റെ എക്സാമ്പിൾ ആണ്, കാരണം അത് 2 വാക്കുകൾ തമ്മിൽ ഗ്യാപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ റെയിൽ റോഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് പറയുന്നുണ്ട്. റെയിൽ പ്ലസ് റോഡ് യൂസ് ചെയ്തിട്ടാണ് റെയിൽ റോഡ് എന്ന വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനോണിംസിലേക്ക് പോവാം. സിനോണിംസിൽ ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് PYQസിൽ ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഒരുപാട് സിനോണിംസ് മുഴുവൻ പഠിച്ചിട്ട് എക്സാം ഹാളിൽ പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ്ലി ഇമ്പോസിബിൾ. ഓക്കെ, നമുക്ക് ആദ്യത്തെ സിനോണിം നോക്കാം. സിനോണിം ഓഫ് പിൽഫർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിൽഫർ, എൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താ? സ്റ്റീൽ, കട്ടെടുക്കുക; ഡാമേജ്, നാശം വരുത്തുക; സ്നാച്ച്, തട്ടിപ്പറിക്കുക; ഡിസ്ട്രോയ്, നശിപ്പിക്കുക. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ കറക്റ്റ് വരുന്നത്? സ്റ്റീലാണ്. ഓക്കെ, ഒരു സാധനം കട്ടെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പിൽഫർ നമ്മൾ യൂസ് ചെയ്യുക. പിൽഫർ എന്ന് വെച്ചാൽ സ്റ്റീൽ തിങ്സ് ആണ്. ക്ലർക്ക് വാസ് കോട്ട് പിൽഫറിങ് സ്റ്റാമ്പ്സ് ഫ്രം ദ മെയിൽ റൂമിൽ നിന്ന് ക്ലർക്ക് സ്റ്റാമ്പ്സ് കട്ടെടുക്കുന്നതായി, പിൽഫർ ചെയ്യുന്നതായി കണ്ടു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തത് നോക്കാം. ഇതിനകത്ത് ഓഡ് 1 കണ്ടുപിടിക്കണം. ഓഡ് 1 കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 3 എണ്ണം ഇതിനകത്ത് സിനോണിംസ് ആണ്, അതല്ലാത്ത ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. മാലഡി, സിക്നെസ്, എയിൽമെന്റ്, ക്യൂർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാലഡി എന്ന് പറഞ്ഞാലും സിക്നസ് എന്ന് പറഞ്ഞാലും എയിൽമെന്റ് എന്ന് പറഞ്ഞാലും ഒരു തരത്തിലുള്ള ഒരു ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത, ഒരു
ആരോഗ്യത്തിന് നല്ലതല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ മാലഡിയും സിക്നസ്സും എയിൽമെന്റും. പക്ഷെ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ക്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും സിനോണിംസ് ആണ്. ഇതാണ് ഇതിനകത്ത് ഓഡ് വൺ. അപ്പൊ ആൻസർ എന്താണ്? ബി ആണ് വരിക. ഓക്കെ, മാലഡിയും സിക്നസ്സും എയിൽമെന്റും സിനോണിംസ് ആണ്. കാരണം അതൊരു ഡിസീസിനെയോ ഇൽനെസ്സിനെയോ ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലത്തിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. ക്യൂർ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ്. എന്തിന്? സിക്നസ്സിനോ മാലഡിക്കോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ദ മീനിങ് ഓഫ് ഹാർമണി. ഹാർമണി എന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഹാപ്പിനെസ് സന്തോഷമാണോ? സാഡ്നെസ് സങ്കടമാണോ? കംപ്ലീറ്റ് പൂർത്തിയായ എന്തെങ്കിലും ആണോ? എഗ്രീമെന്റ് ഒരു അറേഞ്ച്മെന്റ്, ഒരു എഗ്രീമെന്റ് അതാണോ? എന്താണ് ഹാർമണി എന്ന് വെച്ചാൽ? ഇതിനകത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും, സാഡ്നെസ് അല്ല, കംപ്ലീറ്റ് അല്ല, അത് രണ്ടും തമ്മിൽ ഹാർമണിക്ക് ഒരു ബന്ധമില്ല. പിന്നെ എന്താണ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാൻ സന്തോഷകരമായ റിലേഷൻഷിപ്പ്, പക്ഷെ അല്ല, അതൊരു എഗ്രീമെന്റ് ആണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. വെൽ, ഹാർമണി ക്യാൻ ഡിസ്ക്രൈബ് എ ഫീലിംഗ് ഓഫ് പീസ്. ഫീലിംഗ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനപരമായ, കാരണം ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബീൻ ഹാർമണി വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് കോർ ഡെഫിനിഷൻ ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഡിഫറെന്റ് പാർട്സ് കമ്പൈനിങ് ഇൻ എ വേ ദാറ്റ് ഇസ് കൺസിസ്റ്റന്റ് ആൻഡ് ഓർഡർലി. കൺസിസ്റ്റന്റ് ആയ, ഓർഡർലി ആയ, എല്ലാം ഫങ്ഷനിങ് ആയ, ഡിസ്ഫങ്ഷണൽ അല്ലാത്ത ഒരു അറേഞ്ച്മെന്റിനെയാണ് ഹാർമോണിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തൊരു യൂണിറ്റി ഓഫ് പേർപ്പസ് ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിനോണിം ഓഫ് സീസ്. സീസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? സീസ് ദി ഓപ്പർച്യൂണിറ്റി എന്നായിരിക്കും കേട്ടിട്ടുള്ളത്. ഗിവ് അപ്പ് എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ നിർത്തുക. ക്യാച്ച് എന്ന് വെച്ചാൽ പിടിക്കുക. റിട്ടേൺ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക. ലീവ് എന്ന് വെച്ചാൽ ഇട്ടിട്ട് പോവുക. ക്യാച്ച്. ഓക്കെ, സീസ് എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ സീസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ ക്യാച്ച് ചെയ്യുക എന്നുകൂടെ അർത്ഥമുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് തന്നെയാണ് എക്സ്പ്ലനേഷനിലും പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ. അക്കിൻ എന്ന് വെച്ചാൽ എന്താണ്? അക്കിൻ ടു എന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ നോക്കാം. ഡൈവേർജന്റ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയ. ഒറിജിനൽ എന്ന് വെച്ചാൽ ഒറിജിനൽ, അതാണ് കറക്റ്റ് ഫോം. സിമിലർ എന്ന് വെച്ചാൽ ഒരേ രൂപസാദൃശ്യമുള്ള. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഒറിജിനലിന്റെ ഓപ്പോസിറ്റ്. ഇതിനകത്ത് അക്കിന്റെ അർത്ഥം വരുന്നത് സിമിലർ ആണ്. സിമിലർ ആവാൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഹർ വോയിസ് ഇസ് അക്കിൻ ടു ദാറ്റ് ഓഫ് ലതാ മങ്കേഷ്കർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവളുടെ വോയിസും ലതാ മങ്കേഷ്കറിന്റെ വോയിസും സിമിലർ ആണ്, ഒരുപോലെയാണ് എന്നാണ് അർത്ഥം സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് സിമിലർ ആണ്. ഹാവിങ് എ റിസംബ്ലൻസ് ഇൻ അപ്പിയറൻസ്, ക്യാരക്ടർ ഓർ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റി ആവാം. ഓക്കെ, ഡൈവേർജന്റ് എന്ന് വെച്ചാൽ ബീങ് ഡിഫറെന്റ്. ഒറിജിനൽ എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് വേർഷൻ ഓഫ് സംതിങ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ കോപ്പി ഓഫ് സംതിങ്. ഓക്കെ, അക്കിൻ എന്ന് വെച്ചാൽ സിമിലർ ആണ്, ഓർത്തു വയ്ക്കാം. അടുത്തത് എക്സാക്ട് സിനോണിം അല്ല അവിടെ ചോദിക്കുന്നത്, പിന്നെ ഒരു ഹോമോണിം ആണ്. ഹോമോണിം എന്ന് വെച്ചാൽ എന്താ? ഒരു വാക്കായിരിക്കും, പക്ഷെ അതേ വാക്കിന് രണ്ടർത്ഥങ്ങൾ ഉണ്ടാവാം. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ ഡാഷ്. ഐ ട്രൈ ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ ഡാഷ് ഓഫ് ദ നീഡിൽ. ഇന്നത്തെ ആദ്യത്തേന്ന് ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ ഹെഡ് ആവാം, ഐ ആവാം, ഫേസ് ആവാം, നെയിൽ ആവാം, എവിടെ വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം. ഐ ട്രൈ ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ, അത് രണ്ടും ഒരേ വാക്ക് വരണം, എന്നാൽ രണ്ടും ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ആദ്യത്തെ വാക്ക് ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഐ, എവിടെ ആയിക്കോട്ടെ, ഹെഡ് ആവാം, നെയിൽ ആവാം, ഏതോ ഒരു ശരീരഭാഗത്ത് അത് വന്ന് ഹിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെയോ ഐ ട്രൈ ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ ഡാഷ് ഓഫ് ദ നീഡിൽ, സൂചിയുടെ കണ്ണിലൂടെയാണ് നമ്മൾ നൂല് കോർക്കുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് ഐ ഓഫ് ദ നീഡിലാണ് കറക്റ്റ് വരിക. കാരണം ഹെഡ് ഓഫ് ദ നീഡിലല്ല, ഫേസ് ഓഫ് ദ നീഡിലല്ല, നെയിൽ ഓഫ് ദ നീഡിലല്ല, ഐ ഓഫ് ദ നീഡിലാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോമോണിം എന്താണ് എന്നുള്ളതാണ്. ഇനി വരുന്നത് ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. എന്തൊക്കെ ഓപ്ഷൻസ് വരുന്നത്? ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. അപ്പൊ നമ്മൾ സ്തംഭിച്ചു പോവത്തക്ക എന്തോ ഒരു രീതിയിലാണ് ആ പെൺകുട്ടി നമ്മൾ നോക്കിയത്. അപ്പൊ അതെന്തായിരുന്നു എന്നാണ്. വിറുലന്റ് ആണോ, വൈബ് ആണോ, വിസിസിറ്റ്യൂഡ് ആണോ, വിറാഗോ ആണോ? ഇതിനകത്ത് ആൻസർ വരുന്നത് എ, വിറുലന്റ് ആണ്. എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ഓക്കെ, വിറുലന്റ് എന്ന് വെച്ചാൽ ബിറ്റർലി ഹോസ്റ്റൈൽ ഓർ ഫുൾ ഓഫ് മാലിസ്. എ വിറുലന്റ് ലുക്ക് എന്ന് വെച്ചാൽ an expression of intense shocking hatred. കുറച്ച് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്ലൈക്കോടുകൂടി, ഇഷ്ടമില്ലായകയോടുകൂടി നോക്കുന്നതിനെയാണ് വിറുലന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അങ്ങനെ നോക്കിയത് കൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഷോക്ക്ഡ് ആയത്. ഇനി വൈബ് എന്ന് വെച്ചാൽ അതൊരു
മോഡേൺ ടേം ആണ്. വൈബ്രേഷനെ ചുരുക്കിയാണ്. പോസിറ്റീവ് വൈബ്രേഷൻസും ഉണ്ട്, നെഗറ്റീവ് വൈബ്രേഷൻസും ഉണ്ട്. ആ വൈബ്രേഷൻസിനെ ചുരുക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ് വൈബ് എന്ന് പറയുന്നത്. വൈബ് മാച്ച് ആവുക എന്ന് വെച്ചാൽ ആ വൈബ്രേഷൻസ് രണ്ടുപേര് തമ്മിൽ വരുന്ന ആ ഒരു എനർജി മാച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഒരു സ്ലാങ് ആണ്, ഇൻഫോർമൽ ടേം ആണ്. ഇതിനകത്ത് വൈബ് അവിടെ അപ്രോപ്രിയേറ്റ് അല്ല ആ വാക്ക്. വിസിസിറ്റ്യൂഡ് എന്ന് വെച്ചാലോ എ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റൻസസ് ഓഫ് ഫോർച്യൂൺ, typically one that is unwelcome. It is a noun and does not describe a look on a face. A change of circumstance of fortune, typically one that is unwelcome. അധികം നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു മാറ്റത്തെയാണ് വിസിസിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിനൊരു ലുക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അവർ വി വെച്ച് നമുക്ക് ആർക്കും വലിയ പരിചയമില്ലാത്തൊരു വാക്കിടാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ അത് ഇട്ടതാണ്. വിറാഗോ എന്ന് വെച്ചാലോ എ നൗൺ റെഫറിങ് ടു എ ഡോമിനറിങ് വയലന്റ് ഓർ ബാഡ് ടെമ്പേർഡ് വുമൺ. വളരെ കുപിതയായ ഒരു സ്ത്രീയെ വിശേഷിപ്പിക്കുന്നതാണ് വിറാഗോ എന്ന വാക്കിലൂടെ. അതും അവിടെയല്ല. കുപിതയായ ഒരു സ്ത്രീ ആയിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്നത്, പക്ഷെ അവിടെ വന്നിരിക്കുന്നത് എന്താ, ഡാഷ് ലുക്ക് ഓൺ ഹെർ ഫേസ് ആണ്. എന്ത് തരത്തിലുള്ള ലുക്കാണെന്നാണ്. അത് വിറുലന്റ് ലുക്കാണ്. ദേഷ്യം വന്ന അല്ലെങ്കിൽ വെറുപ്പ് നിറഞ്ഞൊരു ലുക്കാണ് അവിടെ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രജൈൽ. അവളുടെ ആരോഗ്യം എപ്പോഴും ഫ്രജൈൽ ആയിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഫ്രജൈലിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഫിക്കിൾ, ഫക്കേറ്റ് അല്ലെങ്കിൽ ഫസാഡ്, ഫീബിൾ, ഫസൈൽ. ഇതിനകത്ത് ഫീബിൾ, ഫീബിൾ എന്ന് വെച്ചാൽ ഫീബിൾ വോയിസ് എന്ന് കേട്ടിട്ടില്ലേ? തീരെ കനം കുറഞ്ഞ അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത, ഒരു ഗാംഭീര്യമില്ലാത്ത ശബ്ദത്തേക്കാണ് ഫീബിൾ എന്ന് വിളിക്കുന്നത്. ഫ്രജൈലും ഫീബിളും സിനോണിംസ് ആണ്. ബാക്കി നമുക്ക് നോക്കാം. ഫീബിൾ എന്ന് വെച്ചാൽ ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലാത്ത, ആരോഗ്യമില്ലാത്ത, ഒന്നെങ്കിൽ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ആ ഫീബിൾനെസ് വരുന്നത്. ഫിക്കിൾ എന്ന് വെച്ചാൽ ചേഞ്ചിങ് ഫ്രീക്വന്റ്ലി, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഫിക്കിൾ എന്ന് പറയുന്നത്. ഫസാഡ് എന്ന് വെച്ചാലോ ദ പ്രിൻസിപ്പൽ ഫ്രണ്ട് ഓഫ് എ ബിൽഡിംഗ് ഓർ എ ഡിസെപ്റ്റീവ് ഔട്ട്വേർഡ് അപ്പിയറൻസ്. മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്തെയാണ്, എന്തിന്റെ, ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ ഭാഗത്തെയാണ് ഫസാഡ് അല്ലെങ്കിൽ ഫക്കേറ്റ്. എനിക്ക് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല. ഫസൈൽ എന്ന് പറയുന്നതോ അപ്പിയറിംഗ് നീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് ഓൺലി ബൈ ഇഗ്നോറിംഗ് ദ ട്രൂ കോംപ്ലക്സിറ്റീസ് ഓഫ് ആൻ ഇഷ്യൂ, സൂപ്പർഫിഷ്യൽ. അതായത് അതിന്റെ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ സർഫസ് ലെവലിൽ മാത്രം കാര്യങ്ങൾ ഗ്രഹിച്ചു പോകുന്ന, അതിന്റെ കോംപ്ലക്സിറ്റീസ് എല്ലാം ഇഗ്നോർ ചെയ്ത് അതിന്റെ പുറംഭാഗം മാത്രം മനസ്സിലാക്കി വെക്കുന്നതിനെയാണ് ഫസൈൽ എന്ന് പറയുന്നത്. വിത്തൗട്ട് സൂപ്പർവിഷൻ, അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ്. വിത്തൗട്ട് സൂപ്പർവിഷൻ ചിൽഡ്രൻ മൈറ്റ് ഈറ്റ് അൺഹെൽതി ഫുഡ് ഓർ ലീഡ് എ സെഡൻറ്ററി ലൈഫ്. നോക്കിയില്ലെങ്കിൽ കുട്ടികൾ വളരെ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ അനാരോഗ്യപരമായ ഭക്ഷണം കഴിക്കുകയും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എന്താണ്, ഇനാക്റ്റീവ് ആണോ? അപ്പൊ സെഡൻറ്ററിയുടെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഇനാക്റ്റീവ് ആണോ, എനർജറ്റിക് ആണോ, സ്റ്റേഷനറി ആണോ, മൊബൈൽ ആണോ? ഇതിനകത്ത് ആൻസർ വരുന്നത് ഇനാക്റ്റീവ് ആണ്. എന്തായാലും ആരോഗ്യമില്ലാത്ത ഭക്ഷണം കഴിച്ച് എനർജറ്റിക് ആയ ഒരു കുട്ടിയും ജീവിക്കാൻ പോകുന്നില്ല, അത് തെറ്റാണ്. മൊബൈൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഷനറി എന്ന് വെച്ചാൽ ഇമ്മൊബൈൽ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്റ്റേഷനറി. ഇതിനകത്ത് ആൻസർ ഇനാക്റ്റീവ് ആണ്. ആരോഗ്യമില്ലാത്തൊരു ലൈഫ് ആയിരിക്കുമല്ലോ അവര് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനാക്റ്റീവ് എന്ന് വെച്ചാൽ എൻഗേജ് ചെയ്യാത്ത, ഫിസിക്കൽ എക്സസൈസ് ഒന്നും ഇല്ലാത്ത. എനർജറ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ ആന്റണിം ആയിപ്പോയി. എന്താണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. സ്റ്റേഷനറി എന്ന് വെച്ചാൽ മൂവ് ചെയ്യാത്ത, മൊബൈൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന, അതൊന്നുമല്ല. ഇനാക്റ്റീവ് തന്നെയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അബ്ഡക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാണുന്ന വാക്കാണ്. കിഡ്നാപ്പ് ആണോ, അക്സെപ്റ്റ് ആണോ, കിഡ്നാപ്പ് ആണോ, ക്യാൻസൽ ആണോ, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ സ്വീകരിച്ചു. ക്യാൻസൽ എന്ന് വെച്ചാൽ തള്ളിക്കളഞ്ഞു. കിഡ്നാപ്പ് എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ടുപോയി. ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ചാൽ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതിനകത്ത് ആൻസർ വരുന്നത് കിഡ്നാപ്പ് ആണ്, സി. ഓക്കെ, ബാക്കി മൂന്നും അല്ല. അക്സെപ്റ്റ് എന്ന് വെച്ചാൽ റിസീവ് ഓർ ടേക്ക് സംതിങ്, സ്വീകരിക്കുക. ക്യാൻസൽ എന്ന് വെച്ചാൽ ഡിസൈഡ് ദാറ്റ് എ പ്ലാൻഡ് ഇവന്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്, അത് സംഭവിക്കില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ. ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ചാൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അതിനകത്ത് അബ്ഡക്റ്റ് കിഡ്നാപ്പ് ആണ്. 16-year-old ഗേൾ വാസ് അബ്ഡക്റ്റഡ് ഇൻ മഹാരാഷ്ട്ര എന്ന് പറയുന്ന പോലെ. ഇനി 19, ദ സിനോണിം ഓഫ് മസ്റ്റർ. ഇവിടെ മസ്റ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടു മസ്റ്റർ, ഷീ മസ്റ്റേർഡ് ദ കറേജ് ടു ഫേസ് ഹർ അല്ലെങ്കിൽ ഫേസ് ദ ടീച്ചർ എന്നൊക്കെ പറയുന്നതിനകത്ത് മസ്റ്റർ നോക്കാം. ഡിസ്പേഴ്സ്, ഇങ്ങനെ വിഭജിച്ചു പോവുക അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ദ സീഡ്സ്, വിതയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. ഗ്യാദർ, ഒരുമിച്ച് കൂട്ടുക. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. പ്രോസ്പെറസ്, സമൃദ്ധിയായ. മസ്റ്റേർഡ് സീഡ്, ഓക്കെ, മസ്റ്ററിന്റെ അർത്ഥം മസ്റ്റേർഡ് സീഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ല, പ്രോസ്പെറസ് അല്ല, ഡിസ്പേഴ്സും അല്ല, ഗ്യാദർ ആണ്. മസ്റ്റേർഡ് ദ കറേജ് എന്ന് പറയുമ്പോൾ അവൾ ധൈര്യം സംഭരിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സിനോണിം ഓഫ് ബെയ്റ്റ് ആണ്. ബെയ്റ്റിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അല്യൂർ ആണോ, അച്ചീവ് ആണോ, ഏർഡന്റ് ആണോ, അഡ്മിറ്റ് ആണോ? ഇതിനകത്ത് ആൻസർ വരുന്നത് അല്യൂർ ആണ്. എന്തുകൊണ്ടാന്ന് നോക്കാം. അല്യൂർ ആണ്. ബെയ്റ്റ് സംവൺ മീൻസ് ടു എൻറ്റൈസ്, ടെംപ്റ്റ്, ടു lure them into doing something often by offering a reward or creating an attraction. അതായത് ഒരു ഇരയെ വെച്ചുകൊണ്ട് നമ്മൾ, അതായത് ഇപ്പോൾ ഒരു പുലിയെ പിടിക്കാൻ ഒരു ആടിനെ വെച്ച് ആടിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പുലിയെ ആകർഷിക്കുന്നത്, അതിനെ ബെയ്റ്റ് ആക്കി നിർത്തുക, ആ ആടിനെ ബെയ്റ്റ് ആക്കി നിർത്തുക എന്ന് പറയും. അപ്പോൾ ഇവിടെ അല്യൂർ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ബീങ് പവർഫുള്ളി ആൻഡ് മിസ്റ്റീരിയസ്ലി അട്രാക്റ്റീവ് ഓർ ഫാസിനേറ്റിംഗ് ടു എൻറ്റൈസ്. എൻറ്റൈസ് എന്ന് വെച്ചാൽ ഒരു വശീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു അട്രാക്ഷൻ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് അല്യൂർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഒരു ബെയ്റ്റിനെ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അച്ചീവ് എന്ന് വെച്ചാൽ എന്താ? ടു റീച്ച് ഓർ അറ്റൈൻ എ ഗോൾ ത്രൂ എഫേർട്ട്. സ്വന്തം പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രയത്നങ്ങളിലൂടെ ഒരു കാര്യം നേടിയെടുക്കുന്നതിനെയാണ് അച്ചീവ് എന്ന് പറയുന്നത്. ആർഡന്റ്, വെരി എന്തൂസിയാസ്റ്റിക് ഓർ പാഷനേറ്റ്. ഹി വാസ് എൻ ആർഡന്റ് ആസ്പിരന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് പഠിക്കുന്ന, ഒരുപാട് ഹാർഡ് വർക്ക് ഇടുന്ന ഒരു ആസ്പിരന്റ് ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അഡ്മിറ്റ് എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക. ടു കൺഫെസ് സംതിങ് ഓർ അലൗ സംവൺ ടു എൻറ്റർ. ഓക്കെ, സോ അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 20 എണ്ണം വന്നത് ഏതിൽ നിന്നൊക്കെയായിരുന്നു? ചേഞ്ച് ഓഫ് ജെൻഡർ, സിംഗുലർ, പ്ലൂറൽ, കോമ്പൗണ്ട് വേർഡ്, കളക്റ്റീവ് നൗൺ ആൻഡ് സിനോണിംസ്. ഇതിനകത്ത് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബേസ് അറിയാമെങ്കിൽ, കുറച്ച് സെറ്റ് ഓഫ് സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ പ്രാക്ടീസിലൂടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. സോ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.